രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തി. 40 വർഷത്തിനു ശേഷം ഓസ്ട്രിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉയർന്ന ദേശീയ ബഹുമതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചിരുന്നു. വിവരങ്ങൾ അനുപ്രിയ രാജ് നൽകും. അനുപ്രിയ, റഷ്യ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ ഓസ്ട്രിയയിലെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി. എന്താണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ, അവിടുത്തെ കാര്യപരിപാടികൾ, മറ്റു വിവരങ്ങൾ എന്താണ്? ഫിജി 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഓസ്ട്രിയയിൽ എത്തിയിരിക്കുന്നത്. 40 വർഷത്തിന് ശേഷം ഓസ്ട്രിയ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. നേരത്തെ 1983-ൽ ഇന്ദിരാഗാന്ധിയായിരുന്നു ഓസ്ട്രിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. റഷ്യൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഓസ്ട്രിയയിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3ാം തവണയും അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അഭിനന്ദിച്ചു. മാത്രമല്ല, റഷ്യയുടെ ഉയർന്ന ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് തൊട്ട് തലേ ദിവസമായിരുന്നു റഷ്യ ഉക്രൈനിലെ ഒരു സ്കൂളിൽ ആക്രമണം നടത്തിയതും നിരവധി കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും നിരപരാധികളായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ മരിച്ചു വീഴുന്നത് വേദനാജനകമാണെന്നും നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പുടിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന്റെ ഒരു നയതന്ത്ര വിജയമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും അനധികൃതമായി റഷ്യയിലെത്തിച്ച ഇന്ത്യക്കാരെ മോചിപ്പിക്കാനുള്ള തീരുമാനമായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് റഷ്യയുമായി ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിലെ ഒരു നയതന്ത്ര വിജയമായാണ് ഈ ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആയിരുന്നു വിമർശനം ഉയർത്തിയത്. റഷ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം കടുത്ത നിരാശ ഉണ്ടാക്കിയെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഒരു കുറ്റവാളിയെ ആലിംഗനം ചെയ്തത് ശരിയായില്ലെന്നും ഇത് സമാധാന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണെന്നുമായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. മാത്രമല്ല, ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാഗത്ത് നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു. കുടിയേറ്റ വിരുദ്ധതയും വംശീയ വിദ്വേഷവും പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ജോ ബൈഡൻ ഇന്നലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി. അതിന് നമുക്ക് ആ ഒരു പ്രസ്താവനയും ഇന്ത്യയുടെ റഷ്യൻ സന്ദർശനവുമായി നമുക്ക് കൂട്ടി വായിക്കുവാൻ സാധിക്കും. ഫിജി.